ಹಾಯ್ ಆಲ್, ಅಸ್ಸಲಾಮು ಅಲೈಕುಮ್, ವೆಲ್ಕಮ್ ಬ್ಯಾಕ್. അപ്പോൾ ഇതിൻ്റെ ഒരു കുക്കിംഗ് വ്ളോഗാവാ. ഇതിൽ ഞാൻ 3 റെസിപ്പി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ആക്കിയ. ഒന്ന് നല്ല അടിപൊളി രസമാവാ. ഒരു പ്ലേറ്റ് ചോറിന് കൊണ്ടല്ലേ 2 പ്ലേറ്റ് ചോറിന് വേറെ അത്ര അടിപൊളി ടേസ്റ്റി ആവും. അതിലൊട്ടിಗೆ ഒരു ചിക്കൻ റൈസ് റെസിപ്പിയും അതിൽ പിന്നെ ഔത്തിൽ ഞങ്ങൾ ബേക്കറി സ്റ്റൈലിൽ പപ്സ് എങ്ങനെ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇന്നത്തെ വ്ളോഗിൽ ഷെയർ ആക്കുക. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ഒരു രസം ആക്കിയിട്ട് എടുക്കുക. ഇവിടെ ഒരു ചെറിയ മിക്സി ജാർക്ക് 2 ടൊമാറ്റോ, അതിൽ പിന്നെ നല്ല മുളക്, അതിൽ പിന്നെ 4-5 ಸಲ ಬೆಳ್ಳುಳ್ಳಿ, ಅಲ್ಲಿ പിന്നെ ತೆಲ್ಲು ಜೀರಿಗೆ ಇದಕ್ಕೆ ಇಟ್ಟಿಟ್ಕೊಡ್ಕೊನು. ಅಲ್ಲಿ പിന്നെ ಇಲ್ಲೇ ನಿಂಗೆ ರಸಮ್ರ ಕ್ವಾಂಟಿಟಿ ചുമ്മാ ಯಾರಾಕೊಂಟಾಂಗೆ ಟೊಮೆಟೊದ ಕ್ವಾಂಟಿಟಿ ಎಲ್ಲ ಯಾರು എടുക്കുറവ. ಅಲ್ಲಿ പിന്നെ ഒരു തെല്ല് മഞ്ഞളുടെ പൊടിയും ഒരു ചെറിയ ലിംബര സൈസ് എത്ര പുളി. ಅಲ್ಲಿ പിന്നെ ഉണ്ടല്ലേ ಇದಕ್ಕೆ ತೆಲ್ಲು ತಣ್ಣಿ ಬೀತು ನಂಗೆ പുളി ಇಟ್ಟದ್ದು ಕೊಂಡುತ್ತು ಇದು ತೆಲ್ಲು ಗ್ರೈಂಡ್ ಆಗೋಗು ತೆಲ್ಲು ಕಷ್ಟಪಲ್ಲ. ಇಲ್ಲಂಟಂಗೆ ಖಾಲಿ ಟೊಮೆಟೊ ಟೈಂಗೆ നല്ല പേസ്റ്റ് ആയിട്ട് ಗ್ರೈಂಡ್ ಅವರು ತಣ್ಣಿ ಬೀತಂಟೆ ಮೇ. അപ്പോൾ പുളി ഇട്ടത് കൊണ്ട് തെല്ല് തണ്ണി ബീത്തിട്ട് ഇതൊന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ചി തന്നെ സൈഡിൽ വെക്കാം. നെക്സ്റ്റ് ഇല്ലേ ഏതിൽ ഞങ്ങൾ രസം ആക്കുക ആ ഒരു ഇടത്തൻ ടൈം കഴിത്ത് അതിൽ പിന്നെ ഉണ്ടല്ലേ ಅದಕ್ಕೆ ತೆಲ್ಲು ഓയിലും അതിൽ പിന്നെ ತೆಲ್ಲು കടുകും അതിൽ പിന്നെ മെയിൻ ഉണ്ടല്ലേ ಇದಕ್ಕೆ നല്ലൊരു ഫ്ലേവർ ബറുക്കും ഇങ്ങനെ മുളവില്ലേ കട്ടാക്കി തിട്ടിട്ട് കൊടുക്കുന്നു. അതിൽ പിന്നെ ബേച്ചൊപ്പു. അപ്പോൾ നാനിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻസും ഉണ്ടല്ലേ മസ്റ്റ് ആയിട്ട് ಇದಕ್ಕೆ ആഡ് ആക്കിയിട്ട് കൊടുക്കണം. അങ്ങനെ ടൈം മാത്രം നല്ല ടേസ്റ്റ് ചെയ്ത് ಬಂಡೆ. അതിൽ പിന്നെ ഉണ്ടല്ലേ ತೆಲ್ಲು ಹಿಂಗೆ ಇಟ್ಟಿಟ್ಟು ಕೊಡ್ತಾರೆ. ಇಟ್ಟಿಟ್ಟು ಕೊಡ್ತದ್ದು ಸಿಂಪಲ್ ಅವ್ರು ಒಗ್ಗರಣೆ. ಅಲ್ಲಿ പിന്നെ ಇല്ലേ ನಂಗೆ ರೆಡಿ ಹಾಕಿಟ್ಟು ಬೆಚ್ಚ ಇವ್ರ ಪೇಸ್ಟ್ ಇല്ലേ ಆದರೂ ಡೈರೆಕ್ಟ್ ಆಯ್ತು ಇದಕ್ಕೆ ಇಟ್ಟಿಟ್ಟು ಕೊಡ್ತಾನೆ ಹೆಂಗಾಯ್ತು. ಇದಕ್ಕೆ ಇಟ್ಟಿಟ್ಟು ಕೊಟ್ಟದ್ದು ಆಯ പിന്നില്ലേ ಇದಕ್ಕೆ ನಾನು ತಣ್ಣಿ ಆ್ಯಡ್ ಹಾಕಿಟ್ಟು ಕೊಡ್ಕರೆ. അപ്പം ഇവിടെ തന്നി ഉണ്ടല്ലേ നിങ്ങൾക്ക് എത്ര വേണോ അത്ര തന്നി ആഡ് ആക്കിയിട്ട് കൊട്ടേത്. ഇവിടെ നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കുമ്പോൾ പുളിയുടെ അംശ ಯಾರು ಇಂತಿಂಟಾಗಿ ತನ್ನಿ ಯಾರಮ್ಮೆ ಹಾಕ್ಯಂಬೋರು. ಅಲ್ಲಿ പിന്നെ നിങ്ങൾക്ക് ಟೇಸ್ಟಿಗೆ ಬೇನೆ ಥರ ಉಪ್ಪು ಇದಕ್ಕೆ ಇಟ್ಟಿಟ್ಟು ಕೊಡ್ತದೆ. ಆಯ പിന്നെ ಬ್ಯಾಲೆನ್ಸ್ ಆವಾಗ 1 ಟೇಬಲ್ ಸ್ಪೂನ್ ಹತ್ರ ಶುಗರ್ ಇಟ್ಟಿಟ್ಟು ಕೊಡ್ಕೊನು. ಶುಗರ ಬದಲ್ಗಿಲ್ಲಿ ഇവിടെ നിങ്ങൾക്ക് ചക്കരം ഇട്ടിട്ട് കൊടുക്കാവ. അപ്പോൾ ചക്കരം ഇട്ടിട്ട് കൊടുത്തത് ആയ പിന്നെ നല്ല പൊളൊന്നിങ്ങനെ മിക്സ് ആക്കിയിട്ട് കൊടുക്കും. മിക്സ് ആക്കിയിട്ട് കൊടുത്തത് ആയ പിന്നെ ಇದರ ಟೇಸ್ಟ್ ನೋക്കുമ്പോൾ നിങ്ങൾക്ക് പുളി ഉപ്പ് ಖಾರ ಎಲ್ಲ ಕರೆಕ್ಟ್ ಉಂಟು ಚೆಂದ ನೋಕರು. ചിലപ്പോൾ നിങ്ങൾക്ക് ಖಾರ ಯಾರ ಬೇನುಂಟಾയെങ്കിൽ ಸ್ಟಾರ್ಟಿಂಗ್ಲ നിങ്ങൾ നല്ല മുള്ളൊരു ക്വാണ്ടിറ്റി ഉണ്ടല്ലേ തെല്ല് ಯಾರಾಕಿಟ್ಟಿಟ್ಟಂಟಾയെങ്കിൽ ಐತು. ಅಲ್ಲಿ പിന്നെ ನಕ್ಕುಂಡಲ್ಲಿ ತೆಲ್ಲು ಖಾರ ಕೊರಡಿ ಪಲ್ಯ ಐತು. അപ്പോൾ ನಾನು എന്താക്കി വെച്ചെന്നുണ്ടായെങ്കിൽ ഒരു കായ് മുളക് കട്ടാക്കിയിട്ട് ಇದಕ್ಕೆ ಇಟ್ಟಿಟ್ಟು ಕೊಡ್ತೆ. ಅದ್ರ ಫ್ಲೇವറും നല്ല ಬಂದದಕ್ಕೆ. ಅಲ್ಲಿ പിന്നെ ಕೊತ್ತಂಬರಿ ಸೊಪ್ಪು ಇದು ಇತ್ತರ ಇಟ್ಟಿಟ್ಟು ಕೊಡ್ತದಾಯ പിന്നെ നല്ല പോലെ പാപ്പാട്ടിട്ട് എടുക്കണവ. ഈ പാപ്പാട്ടോ പാക്കൽಗಿಲೆ ಈ ಕೊತ್ತಂಬರಿ ಚೊಪ್ಪುಡು ಕಾಯಿ ಮುಳಗು ಎಲ್ಲದ ಫ್ಲೇവറും ഈ ഒരു രസം നമുക്ക് ബലിക്കണം. ആ തണ്ണിക്ക് ബലിക്കണം അങ്ങനെ. അപ്പോൾ ഉണ്ടല്ലേ ഇവിടെ നേരെ ആയിട്ട് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ പുളി ആയിട്ട് ചുമ പുളി ആയിട്ട് നിങ്ങൾക്ക് രസം ഇഷ്ടമില്ലാണ്ടായെങ്കിൽ നിങ്ങൾ പുളിയുടെ ക്വാണ്ടിറ്റി തെല്ല് കുറട്ടി ആക്കിണ്ടായെങ്കിൽ ആയിട്ട് എടുത്ത പുളി തെല്ല് ಯಾರೈತೆ ഉണ്ടായെങ്കിൽ അതിക്ക് തെല്ല് തണ്ണി വീട്ടിയിട്ട് അതൊരു മാനേജ് ആക്കിയെങ്കിൽ നല്ല രസമാവാം. ഒരു പ്ലേറ്റ് ചോറുണ്ണൂറോടെ 2 പ്ലേറ്റ് നിങ്ങൾ ചോറുണ്ണൂറ് അത്ര നല്ല അടിപൊളി ടേസ്റ്റി ആവും. എന്തായെങ്കിലും ഓർക്കൊണ്ടല്ലേ ലഞ്ചിಗೆ ഇങ്ങനെ ട്രൈ ആക്കിയിട്ട് നോക്കുറാവ. അപ്പോൾ ഇതിൻ്റെ രസം റെസിപ്പി ജസ്റ്റ് ഈ തരമേ. അതിൽ പിന്നെ നിങ്ങൾക്ക് ഹോം മെയ്ഡ് ആയിട്ടുള്ളൊരു ബേക്കറിയിൽ കിട്ടുന്ന പോലത്തെ എഗ് പപ്സും ഞാൻ നിങ്ങളുടെ ഷെയർ ആക്കുന്നുണ്ട്. അതിൽ പിന്നെ ഇല്ലേ ഞാൻ ലാസ്റ്റ് ടൈമത്തെ ഒരു വ്ളോഗിൽ ഇറച്ചി വെച്ചിട്ടില്ലേ ഒരു റൈസ് ആക്കി തിന്നെ അതേപോലെ ഉണ്ടല്ലേ അದ್ರ ಚಿಕನ್ಲು ಹಾಕೋಡು. ಬಟ್ ತೆಲ್ಲು ഒരു ನಾನು ಚಿಕನ್ಲು ಹಾಕುമ്പോൾ ಡಿಫ್ರೆಂಟ್ ಆಯ್ತು ಹಾಕಿಟ್ಟು ಇಡ್ತಾರೆ. അപ്പോൾ ಇದಕ್ಕೆ ಬೇನಾಯ್ತುಂಡല്ലേ 5-6 ಮೊಲವು ಒಂದು ಬ್ಯಾಪಟ್ಟೋಗಿ ಬೆಚ್ಚಿರೆ ಆ ಚಪ್ಪೆ ಅಲ್ಪಿನ ಮಿಕ್ಸಿ ಜಾರ್ಗೆ ಇಟ್ಟಿಟ್ಟು ಅರಚಿಡ್ಕೊಂಡು ಖಾಲಿ ಮೊಲವು ಮಾತ್ರವ. ಅಲ್ಪಿನ ನೋಕರು ಕೂಡ ನಾನು ಇಂಪ್ಯಾಕ್ಸ್ ಕುಕಿಂಗ್ ಪಾಟ್ಸ್ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 12 ಲೀಟರ್ കുക്കിംഗ് പോട്ടാവാ. നിങ്ങൾക്ക് ആർക്കെങ്കിൽ ಬೇನುಂಟಾയെങ്കിൽ ಇದರ ಲಿಂಕ್ ನಾನು ಕೀழ் ಟ್ಯಾಗಕ್ಕೆ ಇಟ್ಟು ಕೊಡ್ತಿಕ್ಕಿರ അവിടെ പോയിട്ട് നിങ്ങൾ ബൈ ആക്കിണ്ടായെങ്കിൽ ആಯ್ತು. അപ്പോൾ ಪಾಟೊಂದು ಹೀಟ್ ಆಯ್ತು ಬಂದು പിന്നെ ಇದಕ್ಕೆ ತೆಲ್ಲು നെയ്യും പിന്നെ ഓയിൽ മിക്സ് ആക്കിയിട്ട് ഇട്ടുകൊടുത്തു. അപ്പോൾ ഞാനിവിടെ യൂസ് ആക്കിರೋ കോക്കനട്ട് ഓയിലവ. നിങ്ങൾ ആയത്ര നിങ്ങളെ ഫുഡ് ഉണ്ടല്ലേ കോക്കനട്ട് ഓയിൽ യൂസ് ആക്കുറെച്ചിട്ട് ನಾನು കുറേ ഡോക്ടേഴ്സ് ಮಾಡುಂಡല്ലേ വീഡിയോസ് എല്ലാം നോക്കിയോല്ലേ ഇപ്പോൾ മാർക്കറ്റിലെ ഫേക്ക് ആയിട്ടുള്ള കുറേ സൺഫ്ലവർ ഓയിൽ എല്ലാം ಬಂದುಂಟುಂಟು. അതിൽ പിന്നെ ಬೇರೆ ಬೇರೆ ಬ್ರ್ಯಾಂಡ್ ಅದಂತೂ ಬಂದವುಂಡ.
അപ്പോൾ ആ ഒരു ഡോക്ടർ ചെന്ന് ബിസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടല്ലേ വീഡിയോ ആക്കി തുറന്നാലേ ഇട്ടത്തിലാം ഇത് സ്ലോലി ആയിട്ടുണ്ടല്ലേ ഞങ്ങൾക്ക് ക്യാൻസർ സീക്കെല്ലാം പണ്ട് ഈ ഓയിലെല്ലാം യൂസ് ആക്കിയാണ്ടായിട്ട് അങ്ങനെ ഇട്ടിട്ടാകുമ്പോൾ അത് നല്ല റീച്ച് ആയതുകൊണ്ടു ആ കമ്പനി ഞങ്ങൾക്ക് പ്രോബ്ലം വരും. അപ്പം അങ്ങനെ എന്താക്കിയാറ് ഈ വീഡിയോത്തോ ആയത്ര ഡൗൺ ആക്കിയാറില്ല എന്നുവെച്ചാൽ ഞങ്ങളെ പ്രൊഡക്റ്റ് സെയിൽ ആവണല്ലേ അതുകൊണ്ടിട്ട് പാടർക്ക് ആള് വീഡിയോ ആ ഡോക്ടറിലെ വീഡിയോ ആക്കി തിಟ್ಟರೆ ആലത്തിലും ചെന്തിಂತ ನಾನು ಪಾಡೋರ್ಕತ್ತೆ ಇದು ಹಾಕಿಟ್ಟಿಟ್ರೆ ಆಯ್ತರ ಎಲ್ಲರಿಗೂ ಶೇರ್ ಹಾಕೋರು ನಿಂಗೆಲ್ಲ ಹೆಲ್ತ್ಗೆ ಬೇನಾಯ್ತು ಉಂಟು അങ്ങനെ. അപ്പോൾ ആയത്ര ഉണ്ടല്ലേ സൺഫ്ലവർ ഓയിൽ സ്കിപ്പ് ആക്കുന്ന പിന്നെ എല്ലാത്തുക്കും യൂസ് ആക്കുന്ന കോക്കനട്ട് ഓയിൽ പിന്നെ ചിലപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ മയോനീസെല്ലാം ആക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലേ തേങ്ങനെല്ലാം ആക്കുകയില്ല ആ ടൈമിൽ മാത്രം സൺഫ്ലവർ യൂസ് ആക്കിക്കൊണ്ടിരുന്നെ. ബട്ട് ಇನ್ನೂ അതും സ്കിപ്പ് ആക്കുന്നു ആയത്ര അങ്ങനെ. അപ്പോൾ നോക്കൂ നാനില്ലേ ആ ഒരു എർച്ചിರೋ ರೈಸ್ ರೆಸಿಪಿಲ್ ಬಿರಿಯಾನಿ ರೆಸಿಪಿಲಿല്ലേ ನಾನು ನೀರುಳ್ಳಿ ಫಸ್ಟ್ ಕುಕ್ ಹಾಕಿ ತೆತ್ತದು ಟೊಮೆಟೊ ಲಾಸ್ಟಿಗೆ ನಾನು ಆ್ಯಡ್ ಹಾಕಿಟ್ಟು ಕೊಡ್ತಾರೆ. അപ്പോൾ ഇതില്ലേ ನಾನು ಮಾರ್ನಿಂಗ್ ಐತಿಕ್ರವ നല്ല പണി നിങ്ങൾക്കിപ്പം എൻ്റെ വോയിസ് കേൾക്കുമ്പോഴത്തേക്ക് ഗൊന്താവറല്ലേ എത്ര ചേഞ്ചസ് ആയിരിച്ചെന്ന്. ഒന്നാമത്തെ പനി ശീತ നല്ല ಕೋಲ್ಡ್ ಆಯ್ತುಂಡಾವ അങ്ങനെ പിന്നെ കിടാവുമ്പോഴത്തേല എഗെയിൻ ഒർക്കത്തെ ಬಂದು പോയത്രಗೆ പനി പാട റിപ്പീറ്റ് ಬಂತು. അപ്പം മല്ലര ടൈമല്ലേ ഇപ്പം നല്ല ചളിയും അങ്ങനെ ചളിപ്പനി ಬಂದುಂಟುಂಟು. അപ്പം ഞാൻ എന്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തത് ജാവത്തുകില്ലേ ഇന്നലെ കറിയില്ല ಅಂತ അങ്ങനെ പിന്നെ രസമാക്കി തിന്നെ. രസം ഞാൻ ഇന്നലെ ആക്കിയത് ഇന്നത്തെ വ്ളോഗിൽ ഷെയർ ആക്കി. അപ്പം ഈ രസം പിന്നെ ಇದಕ್ಕೆಲ್ಲ ನಾಷ್ಟಕ್ಕೆ ತಿನ್ನೋಕೆ ನಲ್ಲವಲ್ಲೇ അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ച ഒന്നാമത്തെ തീർലല്ലേ സുബൈഞ്ചിത്തെ ഒരു പലവ് ആക്കിര പലവ് ആക്കിയിട്ട് ഉച്ചക്കും പിന്നെ ജാവത്ത് ഗദ്ലെ ജസ്റ്റ് ആക്കാച്ചു ಅಂತ അങ്ങനെ വിചാരിച്ചിട്ട് ನಾನು ಹಾಕಿದೆ. ಬಟ್ ಅಪ್ಪ ಇತ್ನಕ್ಕೆ ಪಲಾವ್ ಬೇಂಡದಲ್ಲಿ ರೈಸ್ ರಮ್ಮೆ ಡಿಫ್ರೆಂಟ್ ಆಗಿತ್ತು ಹಾಕಿಟ್ಟು എടുക്ക സുബൈക്കും ಅವರು ഉച്ചക്ക് ಲಂಚ್ಗೂ ಅವರಲ್ಲಿ ಚೆಂತ അങ്ങനെ പിന്നെ ನಾನುಂಡಲ್ಲಿ ಚಾಪರ್ಲ್ ನೀರುಳ್ಳಿ ಟೊಮೆಟೊ ಕಾಯಿಮೊಲೋ ಇದು ಮೂನರ ಚಾಪ್ ಹಾಕಿ ತಿಟ್ಟಿಟ್ಟು ಕೊಡ್ತಾ അതിൽ പിന്നെ തെല്ല് ಬೇಚೊಪ್ಪು അതിൽ പിന്നെ ഞാൻ ಅದಕ್ಕೆ ಮೊಲ ವರಚದು ಆ್ಯಡ್ ಹಾಕಿಟ್ಟು ಕೊಡ್ತೆ. ನಾನು ಕೂಡ ಬ್ಯಾಪಾಟಿಟ್ಟು ಬೆಚ್ಚೋ ಚೋಪ್ ಮೊಲವಿಲೆ ಇದೇ ತಿಕ್ರಾವ ಇದರ മെയിൻ ടേസ്റ്റ് തന്നെ. നിങ്ങൾ ಬೇರೆಕ್ಕೆ ഒരു പച്ച സ്മെൽ ಬಂಡಾಗ എന്തുമില്ല ಮೊಲವು ഇട്ടതാണ്ടേ ಗೊಂತವ್ರು ಅವ್ರು ಬೇರೆಮೇ ഒരു ഡിഫ್ರೆಂಟ್ ವೆರೈಟಿ ಟೇಸ್ಟ್ ಅವ ಅದೆಲ್ಲ ಇಟ್ಟಿಟ್ಟು ಕೊಟ್ಟು ಮಿಕ್ಸ್ ಹಾಕಿ പിന്നെ ചിക്കൻ ഇട്ടിട്ട് കൊടുത്തിട്ട് ലിഡർ ക്ലോസ് ആക്കിയിട്ട് നല്ല പൊലൊന്ന് ಬ್ಯಾಪಾಟಿಟ್ಟು എടുത്തിട്ട് ടാങ്ക് ചെയ്ത്. അപ്പോൾ ഇതേ ഞാൻ തെല്ല് ഡിഫ್ರೆಂಟ್ ആയിട്ട് ഇറച്ചിലാക്കിയിട്ടിന് അതും നല്ല ടേസ്റ്റി ആയിട്ട്. അപ്പോൾ ಅದರ ಲಿಂಕ್ ನಾನು ಬೇರೆ ಟೈಮ್ ಕಮೆಂಟ್ ಹಾಕಿಟ್ಟು ಕೇಕು ರೀಸೆಂಟಾയിട്ട് ನಾನು പോസ്റ്റ് ಹಾಕಿದೆ. ಆರೇನು പുതിയ സബ്സ്ക്രൈബേഴ്സ് ആരെയും നോക്കರಂಗೆ ಇಕ್ಕಾರಲ್ಲೇ ಅಂಕ ಬನ್ನಿ. പിന്നെ ನಾನು ಇದಕ್ಕೆ ಕೆತ್ತ ಲವಂಗಮ್ ಇಟ್ಟಿಟ್ಟು ಕೊಡ್ತಾರೆ. ಅಲ್ಲಿ പിന്നെ ಮಸಾಲೆ ಪೌಡರ್ ಇಟ್ಟು ಕಾಶ್ಮೀರಿ ಚಿಲ್ಲಿ ಪೌಡರ್ ಗರಂ ಮಸಾಲ ಮಂಜಾಲ ಪೊಡಿ ಇಂಜಿ ಬೆಳ್ಳುಳ್ಳಿ ಇರೋ ಪೇಸ್ಟ್ ಇದು ಥರ ಇಟ್ಟಿಟ್ಟು ಕೊಡ್ತಾವೆ. അപ്പം അത് നിങ്ങൾക്ക് നോർമൽ ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് വീഡിയോ ಗೊಂತವ್ರല്ലേ. അങ്ങനെ പിന്നെ ചിക്കൻ എല്ലാം കുക്കായ പിന്നുണ്ടല്ലേ ഞാൻ അപ്പുറത്തെ ചോറൊന്നും സെപ്പറേറ്റ് ആയിട്ട് ಬ್ಯಾಪಾಟಿಟ್ಟು എടുത്തേ നെയ്ച്ചോറ ചോറ് ಅದನ್ನು ಬೆಂದು ಬರುമ്പോഴത്തേക്കുണ്ടല്ലോ ഇവിടെ ഗ്യാസ് ಫ್ಲೇಮ್ ഒന്ന് ഓഫ് ആക്കിയിട്ട് കൊടുത്തുന്നെ. ಅದಕ್ಕಿല്ലേ ನಾನು നെയ്ച്ചോറിಗೆಲ್ಲ ಇಡ್ರೋ ಈ ഒരു ಎಲೆಯಿല്ലേ ಇದು ಇಟ್ಟಿಟ್ಟು ಕೊಡ್తుంటాయి നല്ലൊരു ഫ്ലേവർ കിട്ടറവ ഇങ്ങനെ കട്ടാക്കിയിട്ട് ಅದ್ರ ಜಸ್ಟ್ ಸ್ಮ್ಯಾಶ್ ಹಾಕಿ ಕೊಡ್ಕೊಂಬೋತಿಗೆ ഒരു നെയ്ച്ചോറ കമ്മനല്ലേ ആ ഒരു ಎಲೆ ಅದು ಇಟ್ಟಿಟ್ಟು ಕೊಟ್ಟರೆ ತೆಲ್ നല്ല കമ്മന പലാവട്ടുണ്ട്. ഈ പനി ಬಂದ ടൈമിലല്ലേ ഇങ്ങനെ ഒരു നല്ലൊരു കമ്മനോ ಬೆಚ್ಚ ಬೆಚ್ಚ ചോറ് നുമ്പത്തുകൊണ്ടല്ലേ ഒരു എന്തുമോ ഒരു സാറ്റിസ്ഫാക്ഷൻ ആയ പോലെ. പിന്നെ ഇപ്പം ഈ കണ്ണ കാപ്പി അങ്ങനത്തെതെല്ലാം കുടിച്ചിട്ടുണ്ടെങ്കിൽ തെല്ലാം സീതത്തും നല്ലല്ലേ അങ്ങനെ ഉണ്ട് കോഫി ആക്കാണ്ട് അങ്ങനെ വിചാരിച്ചിട്ടിന്നെ അസര ടൈമിൽ പിന്നെ ചായ എന്തെങ്കിലും ആക്കാണ്ട്. അപ്പോൾ ഇന്നത്തെ ഡേ ഉണ്ടല്ലോ ഇത് ഫ്രൈഡേ ഇറതാവാ. അപ്പോൾ ഫ്രൈഡേ ഹസ്ബൻഡ് മൗത്ലിക്കറത് കൊണ്ടിട്ട് ഹസ്ബൻഡ് ഓൾറെഡി ഞാൻ ചെന്തിന് എതിർച്ചുന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ തീർല സുബൈഞ്ചിട്ട് പലവാക്കിയുണ്ടെങ്കിൽ അതേ ജാവ തുറച്ചതായിരിക്കും ഓക്കെ എണിച്ചിട്ട് പിന്നെ തീരാത്ത ടൈമിലെല്ലാം ഇങ്ങനെ അഡ്ജസ്റ്റ് ആക്കാറാവും. ഇല്ലാണ്ടെങ്കിൽ ജാവത്തേക്ക് നാസ്റ്റ് അങ്ങനെയല്ല പ്രിപ്പയർ ആക്കറല്ലേ. അപ്പോൾ അവിടെ സൈഡിൽ ಬೆಂದು ಬಂದ ചോറില്ലേ 90% ಹತ್ರ ಕುಕ್ ಹಾಕಿರ ನಾನು ಕುಕ್ ಹಾಕಿಟ್ಟು ಅಲ್ಲಿ പിന്നെ ಅದಕ್ಕೆ ಮಿಕ್ಸ್ ಹಾಕಿಟ್ಟು ಕೊಡ್ತಿತ್ತು ഒരു 5 minutes ಕೊತ್ತಂಬರಿ ಸೊಪ್ಪೆಲ್ಲ ಇಟ್ಟಿಟ್ಟು ಕೊಡ್ತು ಮಿಕ್ಸ್ ಹಾಕಿ ಅಲ್ಲಿ പിന്നെ ಅದ್ರ ഒരു ದಮ್ ಹಾಕಿಟ್ಟು എടുക്കറവ. അപ്പോൾ ആ മസാല എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ആ ചോറ് വലിച്ചിട്ട് നല്ലൊരു ഫ്ലേവർ ഞങ്ങൾക്ക് കിട്ടും അടിപൊളി ടേസ്റ്റ് ആവും. ഇങ്ങനെ ആരായെങ്കിൽ ആക്കിയിട്ടില്ലാണ്ടായെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കും മക്കൾക്ക് ಟಿಫಿನ್ ಬಾಕ್ಸ್ಗೆ ಅಲ್ಲಾಂಟಾയെങ്കിൽ ರೈಸ್ಲಿ ಅಂದರೆ ಸ್ಪೆಷಲ್ ಹಾಕ್ಕೊಂಡಿದ್ದಾಂಟಾയെങ്കിൽ ಇದೊಂದು ಟ್ರೈ ಹಾಕೋರವ. അപ്പോൾ ಡೈರೆಕ್ಟ್ ಆಯ್ತು ನಂಗೆ ಪಪ್ಸ್ ಹೆಂಗೆ ಹಾಕೋರು ಅಂತ ನೋಕ್ಕ ಉಡೋರು ಬೌಲ್ಗಿല്ലേ 250 ml ಕಪ್ಪಲ್ಲಿ ಜಂಡು ಕಪ್ಪರ ಹತ್ರ ಇರ್ತಾರೆ. ಟೋಟಲ್ ಆಯ್ತು ನಾನು ಇದಕ್ಕೆ ಜಂಡರ ಕಪ್ ಯೂಸ್ ಹಾಕಿರವ. അപ്പോൾ ಇದಕ್ಕೆ ತೆಲು ಉಪ್ಪು അതിൽ പിന്നെ 1 tablespoon അത്ര പന്തര ഇത് ഇത്ര ഇട്ടിട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ബേക്കണം. ഫസ്റ്റിಗೆ ഉപ്പും പന്തര എല്ലാ സൈഡിಗೆ എത്ര പോലെ അതിൽ പിന്നെ ഇല്ലേ തെല്ല തണ്ണി ബീത്തിട്ട് കൊളിച്ചിട്ട് ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി എങ്ങനെ ചെന്നുണ്ടായെങ്കിൽ നിങ്ങൾക്ക് പപ്സിൻ്റെ ക്വാണ്ടിറ്റി ಯಾರಾಕೊಂಟಾയെങ്കിൽ നിങ്ങൾ മൈദത്തെ പൊടി എടുത്തോളൂ. പിന്നെ ಇದಕ್ಕೆ അതേ ആയ മെഷർമെൻറ്റ് ചെന്ന് അങ്ങനെ എന്തുമില്ലവ നിങ്ങൾക്ക് ಯಾರക്കൊರಡಿ ಹಾಕಿയിട്ട് എടുക്കുക. അതിൽ പിന്നെ തന്നി നോർമലായിട്ട് ചപ്പാത്തിക്കെല്ലാം കൊളിച്ചിട്ട് എടുക്കല്ലേ അതേപോലെ കൊളിച്ചിട്ട് എടുത്തിട്ടായെങ്കിൽ ആയിട്ട്. അപ്പോൾ ഞാൻ ഇതിലൊന്ന് നല്ല പോലെ ഒന്ന് കൊളിച്ചിട്ട് വേണ്ട ഓക്കെ. പിന്നെ ಒಂದು ನಾನು ചിലപ്പോൾ നിങ്ങൾ തന്നി ബീത്തിയത് ಯಾರು ಆಯ್ತುണ്ടായെങ്കിൽ മൈദ ಆ್ಯಡ್ ಹಾಕಿದ್ದು ಕೊಡ್ಕೊರು ನಕ್ಕೊಂಡರೆ ಎಲ್ಲ ತನ್ನಿ ಬೀತಿಯದು ಯಾರು ಎತ್ಕೊಂಡ್ಬಿಟ್ಟು
ഒരു 2 ടേബിൾ സ്പൂൺ ಹತ್ರ ಮೈದಾ ನಾನು ಇಟ್ಟಿಟ್ಟು ಕೊಡ್ತಾರೆ ಎಕ್ಸ್ಟ್ರಾಮೇ അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾ പെട്ട് കൊലിച്ചതിൽ നോക്കിയിട്ട് ആഡാക്കി കൊടുത്തിട്ട് അതിൽ പിന്നെ നല്ല പോലെ ഒന്ന് ഓയിൽ ഇട്ടിട്ട് ഇത് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ എടുക്കാനാവുക കൈക്കൊന്നും പറ്റാത്ത പോലെ സോഫ്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ പരത്തിത്തെടുത്തിട്ട് ആയ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തൊക്കെ ಗೊತ್ತುಂಟ ಇದನ್ನ കൊണ്ടല്ലേ ബോൾസ് ആക്കിയിട്ട് ഓയിൽ ഡിപ്പാക്കിയിട്ട് ബേക്കുന്നു ഒരു അരഗಂಟೆ വെച്ച ടൈം മൈ നിങ്ങൾ പപ്സ് റെഡി ആക്കിയിട്ട് ഒരു അരഗಂಟೆ മുന്നോലില്ലേ ഇത് ഞാനിങ്ങനെ ബോൾസ് ആക്കിയിട്ട് എടുത്തേ അപ്പോൾ രണ്ട് കപ്പും കൊടുത്തതിൽ 2 ടേബിൾ സ്പൂൺ ಯಾರಿಟ್ಟರೆ ಮೈದಾ ಇಟ್ಟಿಟ್ಟು ಕೊಡ್ತಿದ್ದಿಲ್ಲ 4 ಬಾಲ್ಸ್ ಹಾಕಿ എടുത്തറ ನಾನು അപ്പോൾ നിങ്ങൾക്ക് 2 കപ്പിലും യൂസ് ആക്കിയിട്ട് 4 ಬಾಲ್ಸ್ ಹಾಕಿ എടുക്കത്തെ ಬಾಲ್ಸ್ ചെറിയ പോലെ ആക്കിയിട്ട് അങ്ങനെ അപ്പോൾ ಇದಕ್ಕಿല്ലേ ಕಂಪ್ಲೀಟ್ ಆയിട്ട് ഇത് പാതിത്തെಲ್ಲ ഓയിൽഡ് ഡിപ്പാക്കിയത് ಬೇಕು ನೆಂಚನೆ ಪಿಟ್ಟದು ಸಾಫ್ಟ್ ಆಯ್ತು ಬರ್ನು ಅದು ഒരു അരഗಂಟೆ അത്ര ആകുമ്പോഴത്തേങ്ങളുണ്ടല്ലേ ഒരു 5 നിമിഷത്തിൽ ഈ മസാല റെഡി ആവും പപ്സ് അപ്പോൾ ഒരു പാൻ എടുത്തോണ്ടേ അപ്പോൾ ഈ പാൻ്റെ ലിങ്ക് ಬೇನುಂಟಾയെങ്കും ഡിസ്ക്രിപ്ഷനിൽ ನಾನು ಇಟ್ಟಿಟ್ಟು ಕೊಡ್ಕರವ ನೆಕ್ಸ್ಟ್ ಉಂಡല്ലേ ഓയിൽ ಬೀತಿತ್ತು ಅದಕ್ಕೆ ತೆಲ್ಲ ಕಾಯಿಮೂಲು ಕಟ್ಟಾಕಿ ಇಟ್ಟಿಟ್ಟು ಕೊಡ್ತಾರೆ ನಿಂಗೆ ಖಾರ ಯಾರ ಬೇನುಂಟಾಯಿ ಕಾಯಿಮೂಲು ಕ್ವಾಂಟಿಟಿ ಯಾರು ಇಟ್ಟರು ಅಲ್ಲಿ ಪಿನ್ನುಂಡರೆ ನೀರುಳ್ಳಿ ಇಟ್ಟಿಟ್ಟು ಕೊಡ್ಕೊಂಡು ನೀರುಳ್ಳಿ ಇങ്ങനെ ಉದ್ದುದ್ದಾಕಿ ಇಟ್ಟಿಟ್ಟು ಕೊಡ್ಕೊರ ಪಪ್ಸಲೆಲ್ಲ ನಿಂಗೆ ನಾರ್ಮಲ್ ಆಯ್ತು ಕಾಣಲೇ ಇങ്ങനെ ಉದ್ದುದ್ದಾയിട്ട് ನೀರುಳ್ಳಿ ಕಟ್ಟಾಕಿ ಇಟ್ಟಿಟ್ಟು ಕೊಡ್ಕರೆ അപ്പോൾ മെയിൻ പപ്സ് ബിസി എന്ന് വെച്ചാൽ നീരുള്ളി നല്ല സോഫ്റ്റ് ആയിട്ട് പറഞ്ഞു അപ്പോൾ ಬೇಗമേ നീരുള്ളി സോഫ്റ്റ് ആവുന്നുണ്ടായെങ്കിൽ ಅದಕ್ಕೆ ತೆಲ್ಲ ಉಪ್ಪಿಟ್ಟಿಟ್ಟು ಕೊಡ್ತಿತ್ತು നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുത്തുണ്ടായെങ്കിൽ ಆಯ್ತು അപ്പോൾ നമുക്ക് നീരുള്ളി ತೆಲ್ಲ ಬೇಗമേ കുക്ക് ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നീരുള്ളി സമയത്തിൽ കുക്ക് ആയിട്ടുണ്ടായെങ്കിൽ പപ്സിರ മസാല ഇല്ലേ നല്ല ഉള്ളവ ലിഡ് ക്ലോസ് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ്സ് ഞാനിങ്ങനെ വെച്ചിട്ട് ಬಿಟ್ಟೆ അങ്ങനെ അപ്പോൾ വെച്ചിട്ട് പിന്നെ ലിഡ് ഓപ്പൺ ആക്കിയിട്ട് റിപ്പീറ്റ് ആയിട്ട് ഓർക്കത്തിങ്ങനെ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുത്തോണ്ടല്ലേ ഇങ്ങനെ ആക്കിയിട്ട് കൊടുത്തതിലേ മസാലനെല്ലാം ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡും ഇന്നലെ ചെന്ന് കഴിഞ്ഞിട്ട് മസാല മാത്രം നല്ല അടിപൊളിയായിരുന്നു പപ്സ് ചെന്ന് അങ്ങനെ അപ്പോൾ ಇದಕ್ಕೆ തെല്ലാം ನಾನು ഒരു 1/2 ടേബിൾ സ്പൂൺ അത്ര ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1/2 ടേബിൾ സ്പൂൺ അത്ര ഉണ്ടായില്ലേ കാശ്മീരി ചില്ലി പൗഡറും തെല്ല ഗരം മസാല ആഡ് ആക്കിയിട്ട് ಕೊಟ್ಟರೆ അപ്പോൾ ചില്ലി പൗഡർ യൂസ് ആക്കുമ്പോൾ കാശ്മീരി ചില്ലി പൗഡർ യൂസ് ആക്കും ಬೇರೆ ചില്ലി പൗഡർ യൂസ് ആക്കണ്ടವ അതൊരു പച്ച കുത്തുമനം പണ്ടല്ലേ നോർമൽ ചില്ലി പൗഡറിൽ കാശ്മീരി ചില്ലി പൗഡറിൽ അങ്ങനെയല്ല അങ്ങനത്തെ ഒരു പച്ച കുത്തുമാന എന്തും പണ്ടില്ല അങ്ങനെ അപ്പോൾ ഇതൊന്നും ഇട്ടിട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുന്നു ഇതിലൊരു പച്ച സ്മെൽ പോണ്ടോടത്തോളം നല്ല പോലെ ഒന്നിങ്ങനെ മിക്സ് ആക്കിയിട്ട് കൊടുത്തേ ഇത് അപ്പോൾ മിക്സ് ആക്കിയിട്ട് കൊടുത്തിട്ട് ആയ പിന്നെ ഇത് കൊടുത്തെല്ലാം ഒരു 2-3 ടേബിൾ സ്പൂൺ അത്ര തന്നിട്ടിട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം തന്നിട്ടിട്ട് കൊടുത്തിട്ട് ആയ പിന്നെ ലിഡ് ക്ലോസ് ആക്കി വെച്ചെങ്കിലേ നീരുള്ളി പിന്നെ നല്ല തണ്ണിയെല്ലാം വലിച്ചിട്ട് സോഫ്റ്റ് ആയിട്ട് വേണ്ട ഇടയ്ക്ക് ಬೇನುಂಟಾയെങ്കിൽ സ്പൂണിട്ട് മിക്സ് ആക്കിയിട്ട് കൊടുക്കರು ಲಾಸ್ಟ್ ಫೈನಲ್ ಇದಕ್ಕೆ ತೆಲ್ಲ ಕೊತ್ತಂಬರಿ ಸೊಪ್ಪು ಆ್ಯಡ್ ಹಾಕಿಟ್ಟು ಕೊಡ್ತಾರೆ അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് തണ്ണി ബീത്തി എത്തുകൊണ്ടത് തെല്ല സൈഡിൽ ഓയിൽ പല കണ്ടല്ലേ അത് കംപ്ലീറ്റ് ആയിട്ട് നീരുള്ളി കംപ്ലീറ്റ് കുക്കായിട്ട് വരുമ്പോഴത്തേക്ക് അത് തെല്ല ഡ്രൈ ആയി ഉണ്ടാവുക അപ്പോൾ നോക്കണം നല്ല പോലെ ഒന്നിങ്ങനെ മിക്സ് ആക്കിയിട്ട് ഞങ്ങൾ മസാല റെഡി ചെയ്ത് എന്തും ഇല്ല കാലി പപ്സിലിക്കറ നീരുള്ളിയുടെ മസാല മുട്ട പിന്നെ ഞങ്ങൾ ಬ್ಯಾಪಟ್ಟಿಟ್ಟು ಸಪ್ರೇಟ್ ಆಯ್ತು ಬೇಕಿರಲಿಲ್ಲ നല്ല ടേസ്റ്റി ಅವರು ಅಡ್ಡಿಪೊಲಿ ಅವರು ಇವರು ಮಸಾಲ അങ്ങനെ ഉപ്പ് നിങ്ങൾക്ക് നോക്കിയിട്ട് ടേസ്റ്റ് ಬೇನೆ എത്ര ഇട്ടിട്ട് കൊടുത്തേത്ത് അപ്പോൾ ലിഡൊന്ന് ക്ലോസ് ആക്കിയിട്ട് ഓർക്കത്തെ ഞാൻ പാടൊരു 1 മിനിറ്റിൽ ഇത്ര കുക്കാക്കിയിട്ട് എടുക്കറേ കുക്കാക്കി എടുത്ത പിന്നെ ലിഡ് ക്ലോസ് ആക്കിയിട്ട് ഗ്യാസ് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ಬೇക്കാം ആൽപ്പിനില്ലേ ഒരു അരഗಂಟೆ ಬಿಟ್ಟು താകുമ്പോഴത്തേക്കും നോക്കറു പിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നറ് ഓയിൽ ഡിപ്പായിട്ട് അപ്പോൾ ഇത് ഓയിൽ ഞങ്ങൾക്ക് യൂസ് ആവിടെ എന്തിക്ക് ചെല്ലനാണ് അപ്പോൾ ഉടൻ ഞാൻ അതേപോലെ തേങ്ങ യൂസ് ആക്കിയത് അപ്പോൾ നിങ്ങൾ പേർക്ക് തേങ്ങ ഇങ്ങനെ യൂസ് ആക്കാൻ വേണ്ടിയിട്ട് ಬಟ್ ಪಪ್ಸ್ ಹಾಕೋಗಿ നല്ല ಆಯಿಲ್ ಬೇನವರು ನಮ್ಮತ್ತದು ನಂಗೆ ಬೇಕರಿಡೆಲ್ಲ ವಿಲ್ಪಾಡಿ ತಿಂದ್ರ ಎಪ್ಪತ್ತ ಆಯಿಲ್ ಅದಕ್ಕೆ ಇಟ್ಟಿಟ್ಟು ಕೊಡ್ಕರಾರು ಗೊತ್ತಿಲ್ಲ ಏದು ಆಯಿಲ್ ಇಟ್ಟಿಟ್ಟು ಕೊಡ್ಕರಾರು ಗೊತ್ತಿಲ್ಲ ಅಪ್ಪ ನಾನೂടെ ಕೋಕೋನಟ್ ಆಯಿಲ್ ಯೂಸ್ ಹಾಕಿರೆ ನಾರ್ಮಲ್ ಐತಿಲ್ಲ ನಾನಿങ്ങനെ കിടവ് ഫുഡ് ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കു നൻ്റെ മോനുണ്ടല്ലേ അവൻ നോർമലി തുല്യമേ ചൊമ്മ സപ്പുറപ്പല്ല അത് നോർമൽ ചെന്ന് ഓരോരുത്തർ ആദത്ത് പലക്കറ് തിണ്ടത്തേ തോറാവനോ അല്ലെങ്കിൽ ഓരോരുത്തർ തിന്നാണ്ടും ഉമ്മാപ്പറ ആദത്ത് അങ്ങനെയെല്ലാം പണ്ടതെല്ലാം ഇക്കറല്ലേ അപ്പോൾ നാനുണ്ടല്ലോ അവൻ ചുമ്മാ ഇങ്ങനെ സപ്പൂര പലിക്കുമ്പോൾ ഡോക്ടറൊട്ട് കേട്ടപ്പോൾ ഡോക്ടർ ചൊല്ലിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവನು ಹೆಲ್ದಿ ಆಯಿತು ಅನ್ನೋ ಮತ್ತುಲ್ಲೇ പിന്നെ ಹೆಲ್ದಿ ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് തോറാവും ചെന്തെന്തുമില്ല കിടവ് മക്കളെ ಹೆಲ್ದಿ ആയിട്ടിന്നെ മയാവും അങ്ങനെ പിന്നെ ಬೇನುಂಟಾയെങ്കിണ്ടല്ലേ ചോറ് അവനക്ക് അരച്ചിട്ട് ഇങ്ങനെ 6 ಮಂತ್ ഇരിക്കുമ്പോൾ ചോറ് അരച്ചിട്ട് കൊടുക്കുമ്പോൾ അതിക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടായെങ്കിൽ മക്കൾക്ക് തടി ಬಂಡು ಚಂತ അങ്ങനെ ചെന്തിന്നാൾ ഡോക്ടർ അപ്പോൾ തേങ്ങനെ യൂസ് ആക്കുന്നത് കണക്കിടാണ് പിന്നെ ಯಾರಮ್ಮ ಆಯಿಲ್ ಯೂಸ್ ಹಾಕೋಗುം ತೀರಾ ಬಟ್ എന്തായെങ്കിലും എനിവേസ് നിങ്ങൾ തേങ്ങ യൂസ് ആക്കുറവാ ഇട്ട് അപ്പോൾ ബിസേത്ത് പപ്സിಗೆ ಬಂಡೆ ಅಂದ್ರೆ ചെന്നിട്ടുണ്ടെങ്കിൽ ഇതുണ്ടല്ലേ ഈ ഓയിൽ ഡിപ്പാക്കിയത് കൊണ്ടത് കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് പരത്തിയിട്ട് അതിങ്ങനെ ഉദ്ദ പോലെ വലിച്ചിട്ട് ನಾನು വീഡിയോയിൽ അങ്ങനെ കാട്ടി അങ്ങനെ ആക്കിയിട്ടായിട്ട് അതിൽ പിന്നെ അതിലിങ്ങനെ ഫോൾഡ് ആക്കിയിട്ട് എടുക്കറോ ഒരു പഫ് പേസ്ട്രി നിങ്ങൾക്ക് കിട്ടറല്ലേ ഇപ്പം എല്ലാം മുതൽ സൂപ്പർ മാർക്കറ്റിൽ പഫ്ര പേസ്ട്രി റെഡി ചെയ്തിട്ട് ബട്ട് ಅದಕ್ಕೆ എങ്ങനത്തെ മൈദ യൂസ് ആക്കി തിക്കിടാറ് എങ്ങനത്തെ ഓയിൽ യൂസ് ആക്കി തിക്കിടാറ് എത്ര ടൈം വെച്ച് തിക്കിടാറ് അതെല്ലാം ಗೊತ್ತಿಲ್ಲ എക്സ്പയറി ഡേറ്റ് ഇക്കിട് ബട്ട് ആയെങ്കും അത് റെഡിമെയ്ഡ് അല്ലേ എന്തായെങ്കും ഞങ്ങൾ ഒത്തിരി ആക്കിയിട്ട് തിന്നുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും നല്ല വെച്ചായിട്ടും കിട്ടും അങ്ങനെ
ಅಪ್ಪುಡನ್ನು ಉಡನೋಕರು ನಾನಿಲ್ಲಿ ಈ ಒಂದು ಫೋಲ್ಡ್ ಹಾಕಿ ಬೆಚ್ಚ ಅಲ್ಪಿನ ಮಸಾಲೆ ಇങ്ങനെ ಬೆಚ್ಚಿತ್ತು ಕೊಡ್ತಿತ್ತು ಅಲ್ಪಿನ ಅದಕ್ಕೋರು ಮುಟ್ಟೆ ಇങ്ങനെ ಬೆಚ್ಚಿತ್ತು ಕೊಡ್ತು ಬ್ಯಾಪಾಟಿಯ ಮುಟ್ಟೆರ ಬೆಚ್ಚಿತ್ತು ಸೈಡ್ ಇങ്ങനെ ನಾ ಕಾಟೆ ಬರ ಫೋಲ್ಡ್ ಹಾಕಿತ್ತು ಅಪ್ಪ ಫಸ್ಟಿಗೆ ನಾನು ಜಂಡು ಸೈಡ್ ಮಾಡಿಕೇಳೆ ನಿಂಗೆ ಹ್ಯಾಂಗರ್ ಬೇಕರ್ಲಿಲ್ಲ ನೋಕರು ಇങ്ങനെ ಫೋಲ್ಡ್ ಹಾಕಿದ್ದು ಕಿಟ್ಟಿಲ್ಲ ಜಂಡು ಸೈಡ್ ಮಾತ್ರ ಫೋಲ್ಡ್ ಹಾಕಿದ್ದು ಕಿಟ್ಟು അങ്ങനെ പേരുണ്ട അങ്ങനെ വെച്ചിട്ട് കൊടുക്കുക അയൽപ്പിനില്ലേ ഇതൊന്നും ഇങ്ങനെ ആക്കിയിട്ട് കൊടുത്തത് ആയപ്പിന്നെ ഇದ್ರ ನಾನು ಏರ್ ಫ್ರೈಯರ್ಲಿ ಬೆಚ್ಚಿಟ್ಟು ಕೊಡ್ತಾವಿಲ್ಲ ಏರ್ ಫ್ರೈಯರ್ಗೆ ತೆಲ್ಲು ನಾನು ಆಯಿಲ್ ಸ್ಪ್ರೆಡ್ ಆಗಿಟ್ಟು ಕೊಡ್ತಾರೆ അൽപ്പിനിലെ ഒരു മുട്ടേരോ നല്ല പോലെ ഒന്നിങ്ങനെ ബീറ്റാക്കി കൊടുത്തു അതിൻ്റെ മേലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ആക്കുവാനാവ ഇങ്ങനെ സ്പ്രെഡ് ആക്കി കൊണ്ടിട്ട് നല്ലൊരു പപ്സ് കളർ കിട്ടും നല്ലൊരു ഗോൾഡൻ കളർ കിട്ടും അപ്പം ನನಗೆ ಲಾಸ್ಟ್ ಟೈಮ್ ಅವ್ರಿಗೆ ಜನ್ಮೂನ್ ಪಟ್ಟೆಂದ ಕಮೆಂಟ್ಸ್ ಬಂತಿತ್ತು ಏರ್ ಫ್ರೈಯರ್ಲಿ ಪಪ್ಸ್ ಹೆಂಗೆ ಹಾಕ್ರಚ್ಚೆ ಅಂತ ಕಾಟರು പിന്നെ ആള് അടിയിൽ അതൊരു സോഫ്റ്റ് പല മിക്കറ് ക്രിസ്പി പലക്കല്ലാണ്ട് ബട്ട് ഞങ്ങൾക്ക് അങ്ങനെ ആയിത്തില്ല എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി പലമേ ആയിരു ഞാനിവിടെ ഫസ്റ്റ് 180 ഡിഗ്രിയിൽ 20 മിനിറ്റ്സ് വെച്ചിരുന്നല്ലേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടല്ലേ ഓപ്പൺ ആക്കിയിട്ട് നോക്കിയിട്ടുള്ള അതൊരു മസാലക്കിട്ട് ഓയിലെല്ലാം അത് ബുട്ടത്ത് പണ്ടാവ നോക്കിയിട്ടായി പിന്നെ മൂന്ന് പട്ട നാനുണ്ടല്ലേ അതൊക്കെ എഗ്ഗിടെ ഇങ്ങനെ ബ്രഷ് ആക്കിയിട്ട് കൊടുത്തേ ഒരു 180 ഡിഗ്രിയിലുണ്ടല്ലേ 20 മിനിറ്റ്സ് വെച്ചെങ്കിൽ ഒരു 5 മിനിറ്റ്സ് ആയാലും പിന്നെ ഞാനതൊരു 200 ഡിഗ്ರಿಗೆ ಹಾಕಿದ್ದು ಬೇಕಾಕಿದ್ದು ಎತ್ತರವ അപ്പം നല്ല ടെമ്പറേച്ചർ ಯಾರಾಕಿಯ ಸಾತಕ್ಕೆ ಅದು ಕ್ರಿಸ್ಪಿನೆಸ್ ಬಂದು ನನ್ನ ಅಭಿಪ್ರಾಯ ಪ್ರಕಾರ അങ്ങനെ അപ്പം ನನ್ನ പപ്സ് എന്തും റെഡി ആയിരു ഞാൻ വിചാരിച്ച ഇത് കട്ടാക്കിത്തി അങ്ങനെ വന്നിറ് ചെന്ത് കാട്ട പടത്തിൽ നല്ല ക്രിസ്പിയും ഉൾഗ നല്ല സോഫ്റ്റ് അപ്പം കീഴിൽ നിങ്ങൾ നോക്കിയാറല്ലേ അടിയിൽ നല്ല ക്രിസ്പി ആയിട്ടേ വന്നിറവ അപ്പോൾ നോക്കണം ഒന്നാമത്തതുണ്ടല്ലേ ഇത് നല്ല വെച്ചോണ്ടു നക്ക് കട്ടാക്കി കാട്ട കായുണ്ടില്ല പിന്നെ വിചാരിച്ച തിന്നുമ്പോൾ കാട്ടില്ല ബട്ട് ഷേപ്പ് അത്ര നോക്കണ്ടവ നാനും ഉണ്ടല്ലേ ഒന്നാമത്തെ നേരം ഇത് ഫസ്റ്റ് ടൈം ಟ್ರೈ ಹಾಕಿರಿ ಟೇಸ್ಟ್ ಆಗಿ ಮಾತ್ರ ಶೇರ್ ಹಾಕ್ರ ಇಲ್ಲಂದಂಗೆ ಇನ್ನೊರ್ ಕತೆ ಅಗೇನ್ ಟ್ರೈ ಹಾಕಿತ್ತು ಪರ್ಫೆಕ್ಟ್ ಆಯ್ತು പിന്നെ ಟ್ರೈ ಹಾಕ್ರನ್ വിചാരിച്ച നോക്കുമ്പോഴത്തേലേ നല്ല ടേസ്റ്റ് ആയിട്ട് ಇಂತವ ಹಸ್ಬೆಂಡ್ ചെന്നു ಇಂತ ಮಸಾಲ ಅಡ್ಡಿಪೊಲಿ ಆയിട്ട് ಮಾತ್ರ ಪಪ್ಸ್ರಿ നല്ല ಟೇಸ್ಟ್ ಆയിട്ട് ಇಂತಂട്ട് അപ്പോൾ ഇവിടെ വെച്ചത്തിക്കില്ലേ ഇത്ര കട്ടാക്കിന്നൊക്കെ കാട്ടോ കായുണ്ടില്ല അങ്ങനെ അപ്പോൾ എൻ്റെ അസറ് ചായം കുറിച്ചിട്ടായിട്ട് അൽപ്പിന അസറാകുമ്പോൾ ഇനി ഫ്രൈഡേ ആയതുകൊണ്ട് ഹസ്ബൻഡില്ലേ ഇപ്പോഴത്തെ കിളങ്കര ಬೋರಿല്ലേ ಅದೊಂದು ನಟ್ಟು ಹೊಂಟಿಂತು അങ്ങനെ അപ്പോൾ അവിടെ ഒന്ന് കുറേ നേരം ಬಂತು ನಾನು ഹസ്ബൻഡ് ഒപ്പരല്ലേ ಬಂತು കുറേ നേരം ടൈം അങ്ങനെ സ്പെൻഡ് ആക്കിയ പിന്നെ കിട ഒമ്മയിന്നല്ലേ അങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇഞ്ഞതെച്ചാ അപ്പോൾ ഇല്ലേ ഇന്നത്തെ വ്ളോഗ് ഇത്രമേവാ ജന്മൂന്ന് റെസിപ്പി നിങ്ങൾക്ക് ഷെയർ ആക്കിയറില്ല എന്തായാലും ഇത് മസ്റ്റായിട്ട് ട്രೈ ആക്കിയിട്ട് നോക്കുറವ ನಾನು ಹಾಕಿರಿ ಅನ್ಸಲ್ಲ ಎಂಚಂದ್ರೆ നല്ല ಅಡ್ಡಿಪೊಲಿ ಟೇಸ್ಟಿ ಅವರು ನೀವು ಮೊರಗ ಟ್ರೈ ಆಕಿತ್ತು ನೋಕ್ರು ವೆರೈಟಿ ದಲ್ಲಿ ಡಿಫ್ರೆಂಟ್ ಆയിട്ട് എപ്പോൾ ഒരേ ടേസ്റ്റ് തിന്നലാണ് ഡിഫറെൻ്റ് ആയിട്ട് നോക്കിയിട്ടായെങ്കിൽ നല്ല ടേസ്റ്റ് ചെയ്ത് കിട്ടില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്